ഹായ് ഓൾ PSC മെൻറ്ററിലേക്ക് സ്വാഗതം. നമ്മളിന്നിവിടെ നോക്കാൻ പോകുന്ന ഇന്ത്യൻ ജോഗ്രഫിയിലെ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള 60ഓളം ക്വസ്റ്റ്യൻസാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഈ ക്വസ്റ്റ്യൻസ് നമ്മൾ സ്ലൈഡ്സ് വഴി ആയിരിക്കത്തില്ല പ്രസൻറ്റ് ചെയ്യുന്നത്. ഇത് നിങ്ങൾ കേട്ട് പഠിച്ചാൽ മതി. ഈ ഒരൊറ്റ സ്ലൈഡേ ഉണ്ടാവുള്ളൂ. ഇതിനുള്ളിൽ വോയിസ് നോട്ടായിട്ടായിരിക്കും നിങ്ങൾക്ക് ഞാനിത് തരുന്നത്. കേരള PSC 10th +2 ഡിഗ്രി ലെവൽ എക്സാംസിനൊക്കെ യൂസ്ഫുൾ ആവുന്ന തരത്തിൽ പ്രീവിയസ് ഇയർ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് ഇതിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്ലാസ് കേട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇന്ത്യൻ ജോഗ്രഫിയിൽ വന്നിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള IRB പോലുള്ള എക്സാംസിൽ ചോദിച്ചിട്ടുള്ള ഉണ്ട്. പിന്നെ VO ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ജൂനിയർ ഹൈഡ്രോജിയോളജിസ്റ്റിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അതുപോലെ 10th +2 ലെവലിലൊക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. പോലീസ് ഡ്രൈവറിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ഫിഷർമാൻ എക്സാംസ്, ദെൻ ഖാദി ബോർഡ്, പ്യൂണ്, LD, അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നിന്നുള്ള ഇന്ത്യൻ ജോഗ്രഫിയുടെ ഒരു ക്വസ്റ്റ്യൻസിൻ്റെ ഒരു സെറ്റാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ നോക്കുക, പഠിക്കുക. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യനായിട്ട് ഞാൻ പറയാൻ പോകുന്ന ഇതാണ്: ഉപദ്വീപീയ നദികളിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസറായിട്ട് വരുന്ന ഏതാണ്? ഗോദാവരി. ഉപദ്വീപീയ നദികളിലെ ഏറ്റവും നീളം കൂടിയ നദി എന്ന് പറയുന്നത് ഗോദാവരിയാണ്. ഇന്ത്യയിലെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗം ഏതാണ്? ഇന്ത്യയിലെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന ഉത്തരമഹാസമതലമാണ്. ഉത്തരമഹാസമതലത്തെയാണ് ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്നത്. ഉപദ്വീപീയ നദികളിലെ ഏറ്റവും വലുത് ഗോദാവരിയും ഇന്ത്യയുടെ ധാന്യപ്പുര ഉത്തരമഹാസമതലവുമാണ്. പാരദ്വീപ് തുറമുഖം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഒഡീഷ. പാരദ്വീപ് തുറമുഖം സ്ഥിതി ചെയ്യുന്നത് ഒഡീഷയിലാണ്. ഇന്ത്യയിലെ എത്ര സംസ്ഥാനങ്ങളിലൂടെ ഉത്തരായന രേഖ കടന്നു പോകുന്നുണ്ട്? 8 സംസ്ഥാനങ്ങളിലൂടെയാണ് ഉത്തരായന രേഖ കടന്നു പോകുന്നത്. പശ്ചിമതീര സമതലത്തിൻ്റെ മധ്യഭാഗം ഏത് പേരിൽ അറിയപ്പെടുന്നു? പശ്ചിമതീര സമതലത്തിൻ്റെ മധ്യഭാഗം അറിയപ്പെടുന്ന കൊങ്കൺ തീരം എന്നാണ്. ഓക്കെ, ബൊക്കാറോ സ്റ്റീൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? അപ്പോൾ ജാർഖണ്ഡിലാണ് ബൊക്കാറോ സ്റ്റീൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോൾ ബൊക്കാറോ, ഭിലായ്, റൂർക്കല അങ്ങനെയുള്ള പ്ലാന്റേഷനൊക്കെ ചോദിക്കുന്നുണ്ട്. ഇരുമ്പുരുക്ക് ശാലകളൊക്കെ ചോദിക്കുന്നുണ്ട്. അതൊരു ഷുവറായിട്ട് ചോദിച്ചു വരുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ നിങ്ങളിത് ഡെഫിനറ്റ്ലി പഠിച്ചിട്ട് പോകണം. അതിൽ നിന്ന് മിക്കവാറും ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്ന ക്വസ്റ്റ്യനാണ്. ഒരു ഷുവർ ഷോർട്ട് ക്വസ്റ്റ്യൻ തന്നെയാണിത്. അന്റാർട്ടിക്കയിലെ ഇന്ത്യയുടെ 3ാമത്തെ പര്യവേഷണ കേന്ദ്രം ഏത്? ഭാരതിയാണ്. ബാക്കിയുള്ള 2 പര്യവേഷണ കേന്ദ്രങ്ങൾ ഏതാണ്? ദക്ഷിണ ഗംഗോത്രി, മൈത്രി. ദക്ഷിണ ഗംഗോത്രി, മൈത്രി, ഭാരതി, അങ്ങനെ 3 പര്യവേഷണ കേന്ദ്രങ്ങളാണ് അന്റാർട്ടിക്കയിൽ ഇന്ത്യയുടേതായിട്ട് ഉള്ളത്. ഏതൊക്കെയാണ്? ദക്ഷിണ ഗംഗോത്രി, മൈത്രി, ഭാരതി. അടുത്ത ക്വസ്റ്റ്യൻ: 0 ഡിഗ്രി രേഖാംശ രേഖയിൽ രാവിലെ 10 മണി ആയിരിക്കുമ്പോൾ 82 രേഖാംശയിൽ എത്ര സമയമായിരിക്കും? അത് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. ഒരു VOയിൽ ചോദിച്ച ക്വസ്റ്റ്യനാണ്. VEO, വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസറിൽ 2019 ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. ഒന്നുകൂടി കേട്ട് നോക്കുക. കേൾക്കുമ്പോൾ അത് കണക്റ്റ് ആവുമെന്നറിയില്ല, ഒന്നുകൂടി കേൾക്കുക. 0 ഡിഗ്രി രേഖാംശ രേഖയിൽ, അതായത് ഗ്രീനിച്ചിൽ രാവിലെ 10 മണി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 10 മണി ആയിരിക്കുമ്പോൾ 82 ഡിഗ്രി രേഖാംശത്തിൽ സമയം എത്രയായിരിക്കുമെന്ന് ചോദിച്ചാൽ 3:30 മണിയാണ്. അതൊന്ന് നോക്കുക. ഓക്കെ, അടുത്തത്: 941 ദിവസം തുടർച്ചയായി പ്രവർത്തിച്ച് ലോക റെക്കോർഡ് നേടിയ ഇന്ത്യയിലെ ആണവ നിലയം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കൈഗ ആണവ നിലയമാണ് കേട്ടോ. 941 ദിവസം തുടർച്ചയായി പ്രവർത്തിച്ച് ലോക റെക്കോർഡ് നേടിയ ഇന്ത്യയിലെ ആണവ നിലയം കൈഗയാണ്. ഭീമ ഏത് നദിയുടെ പോഷക നദിയാണ്? കൃഷ്ണ നദിയുടെ പോഷക നദിയാണ് ഭീമ. തുംഗഭദ്ര. ഓക്കെ, കൊയ്ന, ഭീമ, തുംഗഭദ്ര. കൊയ്ന, ഭീമ, തുംഗഭദ്ര, ഇതൊക്കെ കൃഷ്ണയുടെ പോഷക നദികളാണ്. പഠിച്ചു വയ്ക്കുക. ദെൻ
1964 റഷ്യയുടെ സഹായത്തോടെ ആരംഭിച്ച ഇരുമ്പുരുക്ക് വ്യവസായശാല ബൊക്കാറോ. അപ്പോൾ നേരത്തെ നമ്മൾ ഇതുപോലെ ക്വസ്റ്റ്യൻ സ്റ്റീൽ പ്ലാന്റ് സംബന്ധിക്കുന്ന വന്നായിരുന്നു. അപ്പോൾ ഇത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മേഖല തന്നെയാണ്, നിങ്ങളത് പഠിച്ചിട്ട് പോവുക. ബൊക്കാറോയാണ് റഷ്യയുടെ സഹായത്തോടെ 1964 ആരംഭിച്ച ഇരുമ്പുരുക്ക് വ്യവസായശാല. സ്റ്റീൽ സിറ്റി എന്നറിയപ്പെടുന്നത് ജംഷഡ്പൂർ ആണ്. ജംഷഡ്പൂർ ആണ് സ്റ്റീൽ സിറ്റി എന്നറിയപ്പെടുന്നത്. സ്റ്റീൽ സിറ്റി എന്നറിയപ്പെടുന്നത് ജംഷഡ്പൂർ. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരി പാടം ഏതാണ്? ജരിയ കോൾഫീൽഡ്. ജരിയ എന്ന് പറയുന്നതാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരി പാടം. കോൾഫീൽഡ് എന്ന് പറയും. കോളാണ് കൽക്കരി. അപ്പോൾ ജരിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരി പാടം. അടുത്ത എല്ലാവർക്കും അറിയാവുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. സിംല, ഡാർജിലിംഗ് തുടങ്ങിയ പ്രധാന സുഖവാസ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഉത്തരപർവ്വത മേഖലയിലെ ഏത് മലനിരയിലാണ്? ഹിമാചലിലാണ്. ലക്ഷദ്വീപ് സമൂഹത്തിലെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള ദ്വീപ് ഏത്? ആന്ത്രോത്തിലാണ് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ദ്വീപ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ലവണത്വമുള്ള തടാകം ഏത്? സാമ്പാർ തടാകത്തിലാണ്. ഏറ്റവും കൂടുതൽ ലവണത്വമുള്ള തടാകമാണ് സാമ്പാർ തടാകം. ബ്രഹ്മപുത്ര നദി ടിബറ്റിൽ അറിയപ്പെടുന്ന പേര് സാങ്പോ എന്നാണ്. ബ്രഹ്മപുത്ര നദി ടിബറ്റിൽ അറിയപ്പെടുന്ന പേര് സാങ്പോ എന്നാണ്. സാങ്പോ. ദീനദയാൽ തുറമുഖം എന്നറിയപ്പെടുന്ന തുറമുഖം ഏതാണ്? കണ്ട്ല. ദീൻദയാൽ തുറമുഖം എന്നറിയപ്പെടുന്ന തുറമുഖം കണ്ട്ല. ഹിമാലയത്തിൻ്റെ നട്ടെല്ല് എന്നറിയപ്പെടുന്നത് ഏതാണ്? ഹിമാദ്രി പർവ്വതനിരയാണ് ഹിമാലയത്തിൻ്റെ നട്ടെല്ല് എന്നറിയപ്പെടുന്നത്. കൊറമാൻഡൽ തീരം ഇന്ത്യയിലെ ഏത് തീരപ്രദേശവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കിഴക്കൻ തീരമേഖലയാണ്. കൊറമാൻഡൽ തീരം കിഴക്കൻ തീരമേഖലയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയായ ഗംഗാ നദിയുടെ ഉത്ഭവസ്ഥാനം ഏത്? ഗോമുഖ് ഗുഹയാണ്. ഗായ്മുഖ് ഗുഹകളെന്നും ചിലതിൽ കാണുന്നുണ്ട്. ഗോമുഖ് എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ നോക്കുക, ഓപ്ഷനിൽ നോക്കിയിട്ട് ചെയ്യുക. ഗംഗാ നദിയുടെ ഉത്ഭവസ്ഥാനം. ഓക്കെ. കിഷൻ ഗംഗ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ജമ്മു കാശ്മീരിലാണ്. കിഷൻ ഗംഗ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ജമ്മു കാശ്മീർ. ഹസാരിബാഗ് നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത്? ജാർഖണ്ഡ്. ഹസാരിബാഗ് നാഷണൽ പാർക്ക് ജാർഖണ്ഡിൽ. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ മൗണ്ട് K2 ഗോഡ്വിൻ ഓസ്റ്റിൻ സ്ഥിതി ചെയ്യുന്ന ഏത് മലനിരയിലാണ്? കാരക്കോറം. ഓക്കെ. മൗണ്ട് K2 ഗോഡ്വിൻ ഓസ്റ്റിൻ ആണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയത്. ലോകത്തിലെ ഏറ്റവും വലിയത് ഏതാണ്? എവറസ്റ്റ് ആണ് കേട്ടോ. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയത് എവറസ്റ്റ് ആണ്. പക്ഷേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയത് മൗണ്ട് K2 ഗോഡ്വിൻ ഓസ്റ്റിൻ ആണ്. അത് സ്ഥിതി ചെയ്യുന്നത് കാരക്കോറം മലനിരകളിലാണ്. കാരക്കോറം. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരി പാടം ഏത്? അത് ഒരു തവണ വന്ന ക്വസ്റ്റ്യൻ ആണ്. ഇത് വീണ്ടും ചോദിച്ചിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിലും അതുണ്ട്. അത് ജരിയ കോൾഫീൽഡ്. ഓക്കെ. താഴെ നൽകിയവയിൽ പടിഞ്ഞാറൻ തീരസമതലത്തിൻ്റെ ഭാഗമായി വരുന്ന പ്രദേശം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിലൊരെണ്ണം ഓപ്ഷൻ വരുന്ന കൊങ്കൺ തീരസമതലമാണ്. ഓപ്ഷനിൽ നിന്ന് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നത്. പടിഞ്ഞാറൻ തീരസമതലത്തിൻ്റെ ഭാഗമായിട്ടുള്ളത് കൊങ്കണാണ്. ബാക്കിയുള്ളത് കിഴക്കനാണ്. സുന്ദരവന പ്രദേശം, കൊറമാൻഡൽ തീരസമതലം, വടക്കൻ സിർക്കാർസ് തീരസമതലമൊക്കെ കൊങ്കണിൻ്റെ ഭാഗമായിട്ടാണ് വരുന്നത്. കിഴക്കിൻ്റെ. ഇന്ത്യയിൽ എത്ര സമയമേഖലകളുണ്ട്? 1. സൂര്യോദയവും സൂര്യാസ്തമയവും കാണാനാവുന്ന സ്ഥലം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. കന്യാകുമാരിയാണ്. ഇന്ത്യയുടെ തെക്കേ അറ്റമാണ് ഇന്ദിരാ പോയിന്റ്. ഇന്ത്യയുടെ തെക്കേ അറ്റം ഇന്ദിരാ പോയിന്റാണ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. കോട്ടണോപോളിസ് എന്നറിയപ്പെടുന്ന നഗരം ഏതാണ്? മുംബൈ. കോട്ടണോപോളിസ് എന്നറിയപ്പെടുന്ന നഗരം ഏതാണ്? മുംബൈ ആണ്. കോട്ടണോപോളിസ് എന്നറിയപ്പെടുന്ന നഗരം മുംബൈ. ഇന്ത്യയുടെ ധാന്യപ്പുര. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിൽ, പ്യൂണിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വീണ്ടും അത് ചോദിച്ചിട്ടുണ്ട്. അത് ഉത്തര മഹാസമുദ്രത്തിലാണ്. വിയുടെ ക്വസ്റ്റ്യൻ പേപ്പറിലാണ് ആദ്യം നമ്മൾ കണ്ടത്. ഇപ്പോൾ പ്യൂണിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വന്നിട്ടുണ്ട്.
അതിലും ചോദിച്ചിട്ടുണ്ട് ഇത്. ഹിമാലയൻ പ്രദേശങ്ങളെ വൃക്ഷങ്ങളെ സംരക്ഷിക്കുവാൻ സുന്ദർലാൽ ബഹുഗുണ ആരംഭിച്ച പ്രസ്ഥാനം, ചിപ്കോ പ്രസ്ഥാനം. ഹിമാലയൻ പ്രദേശങ്ങളിലെ വൃക്ഷങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. സുന്ദർലാൽ ബഹുഗുണയുടെയാണ് ചിപ്കോ പ്രസ്ഥാനം എന്നറിയാം. അപ്പം ഹിമാലയൻ പ്രദേശങ്ങളിലെ വൃക്ഷങ്ങളെ സംരക്ഷിക്കുവാനാണെന്നുള്ള പോയിന്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. പഴയ എക്കൽമണ്ണ് ഏത് പേരിൽ അറിയപ്പെടുന്നു? ഭംഗർ എന്ന്. അപ്പോൾ പുതിയ എക്കൽമണ്ണ് എന്ത് പേരിൽ അറിയപ്പെടുന്നു? ഗാദർ എന്ന്. പുതിയ എക്കൽമണ്ണ് ഗാദർ എന്നറിയപ്പെടുന്നു. പഴയ എക്കൽമണ്ണിനെ ഭംഗർ എന്നും അറിയപ്പെടുന്നു. താജ്മഹൽ ഏത് നദിയുടെ തീരത്താണ്? യമുന. യമുന നദിയുടെ തീരത്താണ് താജ്മഹൽ സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏത്? മൗണ്ട് കെ2. ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏത്? മൗണ്ട് കെ2. അതാണ് ഗോഡ്വിൻ ഓസ്റ്റിൻ. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഡാം ഏതാണ്? ഹിരാക്കുഡ് ആണ്. ഹിരാക്കുഡ് ആണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ, ലെങ്ത് ആണ് ചോദിച്ചിരിക്കുന്നത് ഡാമിൻ്റെ. ഹിരാക്കുഡ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാൽ, ബൻസൻ ഏത് നദിയുടെ പോഷക നദിയാണ്? ബൻസൻ ഒരു സിവിൽ അറ്റൻഡൻറ്റ് പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. നർമ്മദ നദിയുടെ പോഷക നദിയാണ് ബെൻസൻ എന്ന് പറയുന്നത്. മുംബൈയും പൂനെയും ബന്ധിപ്പിക്കുന്ന ചുരം ഏത്? ബോർഗട്ട്. ബോർഗട്ടാണ് മുംബൈയും പൂനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം എന്ന് പറയുന്നത്. ജൈവാംശം ഏറ്റവും കൂടുതലുള്ള മണ്ണ്? പർവ്വതമണ്ണ്. പർവ്വതമണ്ണിനാണ് ജൈവാംശം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ പർവ്വതനിര ഏതെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ പർവ്വതനിര ആരവല്ലി. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭൂപ്രകൃതി വിഭാഗം ഏത്? ഉപദ്വീപീയ പീഠഭൂമി. ഉപദ്വീപീയ പീഠഭൂമിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭൂപ്രകൃതി വിഭാഗം. ചുവടെ നൽകിയിട്ടുള്ളവയിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദി ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ താപ്തി നദിയാണ് പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദി. തുംഗഭദ്ര നദി ഏത് ഉപദ്വീപീയ നദിയുടെ പോഷക നദിയാണ്? കൃഷ്ണ നദിയുടെ പോഷക നദിയാണ്. അപ്പം നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു ഭീമ, കഴിഞ്ഞൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നു. ഭീമ, തുംഗഭദ്ര, കൊയ്നയൊക്കെ കൃഷ്ണയുടെ പോഷക നദികളാണ്. അത് ഓർത്ത് വയ്ക്കുക. ഉപദ്വീപീയ നദിയാണ് കൃഷ്ണ. അപ്പോൾ ഉപദ്വീപീയ നദികൾ ഏറ്റവും വലുത് ഏതാണ്? ഗോദാവരി. അത് നമ്മൾ പഠിച്ചതാണ്. ഉത്തരപർവ്വത മേഖലയിലെ നാഥുലാം ചുരം ഏതെല്ലാം പ്രദേശങ്ങളും തമ്മിൽ ബന്ധിപ്പിക്കുന്നു? സിക്കിം, ടിബറ്റ്. സിക്കിം, ടിബറ്റാണ് നാഥുല ചുരം ബന്ധിപ്പിക്കുന്നത്. അപ്പോൾ ഈ ചുരങ്ങളൊക്കെ കണക്ട് ചെയ്യുന്ന പ്രദേശങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് പഠിക്കുക. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏത്? ഗോഡ്വിൻ ഓസ്റ്റിൻ. വീണ്ടും അടുത്ത് ഗാദി ബോർഡിൽ റിപ്പീറ്റഡ് ആയിട്ട് 2019 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. നെല്ല് കൃഷി ചെയ്യുവാൻ വേണ്ട അനുയോജ്യമായ ഊഷ്മാവ് എത്രയാണ്? 20 ഡിഗ്രി മുതൽ 25 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് വേണ്ടത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധോദ്ദേശ നദീതട പദ്ധതി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധോദ്ദേശ നദീതട പദ്ധതി ഭക്രാനങ്കലാണ്. ഏറ്റവും നീളം കൂടിയത് നമ്മളെ കുറച്ചു മുന്നേ പഠിച്ചിരുന്നല്ലോ. ഏതാണ്? ഹിരാക്കുഡ്. ലെങ്ത്തിൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ ഹിരാക്കുഡാണ് വന്നിരിക്കുന്നത്. ഏറ്റവും വലിയ വിവിധോദ്ദേശ നദീതട പദ്ധതി വന്നിരിക്കുന്നത് ഭക്രാനങ്കലിലാണ്. ഹിരാക്കുഡ് നദീതട പദ്ധതി ഏത് നദിയിലാണെന്ന് ചോദിച്ചിരിക്കുന്നത്? മഹാനദിയിലാണ് ഹിരാക്കുഡ് നദീതട പദ്ധതി. അപ്പോൾ ഇങ്ങനെ പദ്ധതികൾ, നദീതട പദ്ധതികളൊക്കെ ഏത് നദിയിലാണെന്നുള്ളത് ഒരു ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പോൾ അത് പഠിക്കുക. ചിൽക്ക തടാകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഒഡീഷയിലാണ് ചിൽക്ക തടാകം സ്ഥിതി ചെയ്യുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടൽവനം? സുന്ദർബൻസ്. സുന്ദർബൻസ് ആണ് ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടൽവനം. ജോഗ് വെള്ളച്ചാട്ടം ഏത് നദിയിലാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ശരാവതി നദിയിലാണ് ജോഗ് വെള്ളച്ചാട്ടം. കൂടാതെ ഈ ജോഗ് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന കർണാടകയിലാണ്. ശരാവതി നദി കർണാടകയിലാണ്. സെമു ഗ്ലേസിയർ സ്ഥിതി ചെയ്യുന്നത് സിക്കിമിലാണ്. സെമു ഗ്ലേസിയർ സ്ഥിതി ചെയ്യുന്നത് സിക്കിമിലാണ്. ഒന്നാം പഞ്ചവത്സര പദ്ധതി ഏത് മാതൃകയിലാണ്? ഹറോൾഡ് ഡോമർ മാതൃകയിലാണ്. അപ്പോൾ പഞ്ചവത്സര പദ്ധതിയിൽ മോഡൽസ് ഒക്കെ ചോദിക്കാറുണ്ട്. ഓക്കെ, ഒന്നാം പഞ്ചവത്സര പദ്ധതി ഹറോൾഡ് ഡോമർ മാതൃക. ഹരിത വിപ്ലവം ആരംഭിച്ചത് മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. അതൊക്കെ ഒന്ന് പഠിച്ചു വയ്ക്കുക.
മൺസൂണിൻ്റെ ഫലമായി രൂപപ്പെടുന്ന മണ്ണിനും ഏത്? ലാറ്ററൈറ്റ് മണ്ണാണ്. മൺസൂണിൻ്റെ ഫലമായിട്ട് രൂപപ്പെടുന്ന മണ്ണിനും ലാറ്ററൈറ്റ് മണ്ണാണ്. കാഞ്ചൻജംഗ കൊടുമുടി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത്? സിക്കിമിലാണ് കാഞ്ചൻജംഗ കൊടുമുടി സ്ഥിതി ചെയ്യുന്നത്. ഏത് ഇന്ത്യൻ സംസ്ഥാനത്തെയും ടിബറ്റിനെയും തമ്മിലാണ് നാഥുല ചുരം ബന്ധിപ്പിക്കുന്നത്? അത് വീണ്ടും ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. സിക്കിം. അപ്പോൾ ചുരങ്ങളെ തമ്മിലുള്ള ക്വസ്റ്റ്യൻസ് ഒരു ഷുവറാണെന്ന് മനസ്സിലായല്ലോ. പല ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസാണ് ഞാൻ സെറ്റ് ഓഫ് 60 ക്വസ്റ്റ്യൻസിൽ എടുത്തിട്ടുള്ളത്. അതിലാണ് ഈ പല ക്വസ്റ്റ്യൻ പേപ്പറിലും ഈ ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുള്ളത്. ഏത് ഇന്ത്യൻ സംസ്ഥാനത്തെയും ടിബറ്റിലെയും തമ്മിലാണ് നാഥുല ചുരം ബന്ധിപ്പിക്കുന്നത്? സിക്കിമിലാണ്. ഹിമാചൽ പ്രദേശ് നാഫ്ത ചാക്രി ഡാം ഏത് നദിയിലാണ്? ഹിമാചൽ പ്രദേശിലെ നാഫ്ത ചാക്രി ഡാം സത്ലജ് നദിയിലാണ്. പെഡോജനീസസ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മണ്ണിൻ്റെ രൂപീകരണമാണ്. സോയിൽ ഫോർമേഷനാണ് പെഡോജനീസസ് എന്ന് പറഞ്ഞാൽ സോയിൽ ഫോർമേഷനാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻസാണ് ഇവിടെ നോക്കിയിട്ടുള്ളത്. ഇത്രയും ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ ഒരു 60ഓളം ക്വസ്റ്റ്യൻസ് നമ്മളിവിടെ നോക്കിയിട്ടുണ്ട്. പല ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസാണ്. നിങ്ങളിത് കേൾക്കുക. നിങ്ങൾക്കിത് കേൾക്കുമ്പോൾ തന്നെ ഒരു കാര്യം മനസ്സിലാക്കും. ഏതൊക്കെ പോർഷൻസ്, ഏതൊക്കെ ടോപ്പിക്സിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നത്, എവിടെയാണ് ഹൈലൈറ്റ് ചെയ്ത് പഠിക്കേണ്ടത് എന്നൊക്കെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്കിനി മറ്റൊരു ക്ലാസ്സിൽ കാണാം. അതുവരെ താങ്ക് യു. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.